CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടു കേസിൽ വീണ വിജയൻ ഇപ്പോൾ ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് വീണയോട് ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിനു മുന്നേ ഇന്ന് രാവിലെയോടുകൂടി വീണ ഇഡി ഓഫീസിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിലെ 134 സുപ്രധാന രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇഡി കൈമാറിയിരുന്നു. കൊച്ചിയിലെ കമ്പനികാര്യ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ ഇഡി നൽകിയ പ്രത്യേക അപേക്ഷയെ തുടർന്നായിരുന്നു ഈ നടപടി. ഈ നീക്കത്തെ CMRL കോടതിയിൽ എതിർത്തിരുന്നു. എങ്കിലും അവരുടെ തടസ്സവാദങ്ങൾ തള്ളിക്കൊണ്ട് രേഖകൾ കൈമാറാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. എന്നാൽ കോടതി ഉത്തരവ് വന്നിട്ടും രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഇഡിക്ക് ലഭ്യമാകുന്നതിലുണ്ടായ കാലതാമസം അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഒടുവിൽ ഈ സുപ്രധാന രേഖകൾ ലഭ്യമായത് അന്വേഷണ സംഘത്തിന് വലിയ കരുത്തായി മാറുകയും ചെയ്യും. എന്തായാലും 2 ദിവസത്തേക്ക് ഇനി സഭയില്ല. ഈ ഒരു കാര്യം കൂടി കണക്കിലെടുത്താകും ഇത്തരത്തിൽ വീണ ഇന്ന് തന്നെ ഹാജരായത്. ഈ മാസം 29-ാം തീയതി തിങ്കളാഴ്ച വീണ വിജയനെ 2ാം ഘട്ട ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ രേഖകളുടെ ലഭ്യത അതീവ നിർണായകമായി തീർന്നിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി ഇപ്പോൾ ഇഡി ഓഫീസിൽ വീണ ഹാജരായിരിക്കുന്നു. നേരത്തെ ജൂൺ 17-ന് നടത്തിയ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ വീണ നൽകിയ മൊഴികളിൽ പല പൊരുത്തക്കേടുകളും ഇഡി കണ്ടെത്തിയിരുന്നു. ആദ്യ ചോദ്യം ചെയ്യൽ വേളയിൽ പല രേഖകളും ഹാജരാക്കാൻ കൂടുതൽ സാവകാശം വേണമെന്ന് വീണ ഇഡിയോടും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഈ മാസം 29-ന് വീണ്ടും ചോദ്യം ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. നേരത്തെ ഹാജരായ സമയത്ത് വീണ സമർപ്പിച്ച അക്കൗണ്ട് വിശദാംശങ്ങളും കരാർ രേഖകളും ഇഡി വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ബാങ്കിലെ ലോക്കർ അടക്കം തുറന്ന് ഇഡി ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. വീണയുടെ ചോദ്യം ചെയ്യലിന് പിന്നാലെ CMRL, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ എന്നീ കമ്പനികളുടെ ഡയറക്ടർമാരായ കർത്ത കുടുംബാംഗങ്ങളെയും ഇഡി ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പുതിയതായി ലഭിച്ച 134 രേഖകളും കർത്ത കുടുംബത്തിൽ നിന്ന് ലഭിച്ച മൊഴികളും മുൻനിർത്തിയായിരിക്കും ഇന്ന് 2ാം ഘട്ട ചോദ്യം ചെയ്യൽ നടക്കുക. എക്സാലോജിക് കമ്പനി കരിമണൽ കമ്പനിക്ക് നൽകിയ സേവനങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹാജരാകാനാണ് വീണ വിജയന് ഇഡി നിർദ്ദേശം നൽകിയത്. കരിമണൽ കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ സുപ്രധാന വിവരങ്ങൾ അടങ്ങിയ തെളിവുകളെല്ലാം നിരത്തിയുള്ള ചോദ്യം ചെയ്യൽ വീണയ്ക്ക് ഏറെ നിർണായകമാകും. ഈ സാഹചര്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് ഇഡി കടക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. 2024-ൽ ആരംഭിച്ച ഈ അന്വേഷണത്തിനിടയിൽ ഇതുവരെ ആരുടെയും അറസ്റ്റ് ഇഡി രേഖപ്പെടുത്തിയിട്ടില്ല.